നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് ഉറപ്പാ സർ, അവരുടെ കണ്ണ് നിറയും. അപ്പ സാറിന് മനസ്സിലാവും ഇന്ദ്രജ മാഡവും അളിയനും ഒക്കെ സാറിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. വേദയുടെ കണ്ണ് നിറയാൻ ഞാൻ കാത്തിരുന്നതേ തനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അത് കണ്ടിട്ടെങ്കിലും ഈ വർഗങ്ങളൊന്ന് പഠിച്ചുകൂടെ തനിക്ക്? സാറിന് ഇപ്പൊ എന്റെ കൂടെ വരാൻ പറ്റോ ഇല്ലയോ അത് പറ. അതല്ലെങ്കിൽ ഞാനിതെല്ലാം കൂടി കത്തിച്ചു കളയും. പിന്നെ ഒരു കാര്യവും സാർ എന്നോട് സംസാരിക്കരുത്. ഇത് വലിയ കഷ്ടമായല്ലോ. എടോ, ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട്. ആ ശരി, നോക്കി ഇങ്ങോട്ട് നോക്ക്. ഇനിയിപ്പൊ പിണങ്ങാനൊന്നും നിൽക്കണ്ട. എല്ലാം കൂടെ എടുക്കും, നമുക്ക് കൊണ്ടു കൊടുക്കാം. എന്നാ കാശെടുക്ക്. അതാ അതിനകത്തുണ്ട്. എടുത്തോ. ഇത് മാഡത്തിന്, ഇത് അളിയന്. ഓ, പിന്നെ ഒരു കാര്യം, അവരുടെ അടുത്തേക്ക് പോകുന്നൊക്കെ കൊള്ളാം. ഇത് അവരുടെ മുമ്പിലിട്ട് ഞാൻ ഇങ്ങോട്ട് പോരും കേട്ടോ. അങ്ങനെയാണോ കൈനീട്ടം കൊടുക്കുന്നത്? ആരതിയുടെയും വിവേകിന്റെ അടുത്ത് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യണം. മനസ്സിലായോ? ഒരു കുടുംബമല്ലേ സർ. വലിയ വലിയ മുറിവുകളൊക്കെ ഇങ്ങനെ ഉണക്കി കളയാ. ശരി, നടക്ക്. ഈ നന്ദിനി ഉണ്ടാക്കുന്ന അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. അത് പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളം കുടിക്കാൻ പോയതാ. അതെ അളിയ, വെള്ളം കുടിക്കാനാണ് പോയത്. പിന്നെ ഭരണിയിൽ ഓരോന്ന് ഇരിക്കുന്നത് കണ്ടപ്പോ രണ്ടുപേരും ഒന്ന് നിന്നേ. എന്താ അളിയ? അളിയനെ ഈ വീട്ടിൽ വന്നിട്ട് എത്ര നാളായി? അതിപ്പോ ഇന്ദ്രജയെ കല്യാണം കഴിച്ച് തന്നതിന് ശേഷം പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. പിന്നെന്തിനാ അളിയ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ? സൂര്യ, എന്താ നിന്റെ ഉദ്ദേശം? ഞാനൊന്ന് പറയട്ടെ. ചേച്ചിയുടെ വിവാഹം കഴിച്ചിട്ട് കുറെ വർഷമായി. അതിനിടയിൽ പലതവണ ഓണം വന്നു, വിഷു വന്നു. പിന്നെ സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞാല് ഞങ്ങൾ ആങ്ങളമാർക്ക് ചില കടമകളൊക്കെ ഉണ്ട്, അറിയോ? അങ്ങനെ ഉണ്ടോ? ഉണ്ടളിയ. ഈ നിൽക്കുന്ന നന്ദിനിയാണ് എനിക്കത് പറഞ്ഞു തന്നത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ വിഷുവല്ലേ. ഞാൻ ഇന്നുവരെ നിങ്ങൾക്കൊരു കൈനീട്ടം തരുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ ഞാൻ വന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൈനീട്ടം തരാൻ. അത് ചുമ്മാ. അളിയൻ എനിക്ക് പലതും കൈനീട്ടി തന്നിട്ടുണ്ട്. അതിന്റെ വേദന മാറാൻ 2-3 ദിവസം എടുത്തിട്ടുമുണ്ട്. അതെ അളിയൻ, സത്യം പറ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അളിയൻ കണ്ടുപിടിച്ചോ? ഈ രാത്രി അതിന്റെ കണക്ക് തീക്കാനാണോ ഉദ്ദേശം? അല്ല സർ, സൂര്യ സാർ കാര്യമായിട്ട് പറഞ്ഞതാ. ദേ നോക്ക്, ഇതൊക്കെ നിങ്ങക്ക് രണ്ടുപേർക്കും ഉള്ളതാ. എന്തു പറ്റി? ഞാനൊരു കൈനീട്ടം തന്നാ അത് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്മൾ തമ്മിലുള്ള പിണക്കവും വൈരാഗ്യവും ഒക്കെ അവിടെ നിന്നോട്ടെ. എന്തോ നന്ദിനി നിർബന്ധിച്ചപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയി. നന്ദിനി,
മനസ്സ്.